മുഹമ്മദ് ഒരു സ്ത്രീലമ്പടനല്ലേ എന്ന് ആരോപിക്കുന്നവരുണ്ട്. അവരറിയേണ്ടത് ആയിഷ ബീവി മാത്രമായിരുന്നു റസൂലിന്റെ ഭാര്യമാരിൽ ആകെയുണ്ടായിരുന്ന കന്യക. ബാക്കിയുള്ളവരെല്ലാം വിധവകളായിരുന്നു. ലൈംഗിക താല്പര്യങ്ങളെക്കാൾ ത്യാഗമായിരുന്നു റസൂലിന്റെ വിവാഹങ്ങൾ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ട് നിരാലംബരായ സ്ത്രീകളെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഏറ്റെടുക്കുകയായിരുന്നു റസൂൽ. അതിന് ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബീവിയുടെ ചരിത്രം മാത്രം മതിയാകും. ബദർ യുദ്ധത്തിൽ ഖുനാസ് ബിൻ ഹദാഫ എന്ന ഹഫ്സ ബീവിയുടെ ആദ്യ ഭർത്താവ് ഷഹീദാവുകയാണ്. വിധവയായ തന്റെ മകളെ ഓർത്ത് പരിഭവപ്പെടുന്നുണ്ട് ഉമർ തങ്ങൾ. സിദ്ദീഖ് തങ്ങളോടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടുമെല്ലാം അവളെ ഒന്ന് ഏറ്റെടുക്കുമോ, വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു ചെല്ലുന്നുണ്ട്. അവരെല്ലാം നിരസിച്ചതിൽ റസൂലിന്റെ പക്കൽ വന്ന് സങ്കടം പറയുകയാണ്. ഹഫ്സക്ക് അവരെക്കാൾ നല്ലൊരു ഭർത്താവിനെ ലഭിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച റസൂൽ പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന എത്തിയ ശേഷം ഹഫ്സയെ വിവാഹം കഴിക്കാമെന്ന് സന്നദ്ധത അറിയിക്കുന്നു. ഉമർ തങ്ങൾക്ക് അതിലേറെ വലിയ സന്തോഷവും ആനന്ദവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആരും വിവാഹം കഴിക്കാതിരുന്ന ഹഫ്സയെ സ്വയം ഏറ്റെടുക്കുന്നതിലൂടെ റസൂൽ സഹിച്ചത് ത്യാഗമായിരുന്നു.